ടാടാ ഹാപ്പി ബർത്ത്ഡേ ആരെന്റെ ആരാധകര ആര് ഹലോ Assalamualaikum. It's me Fati and welcome back to my channel. So നമ്മള് ഓൾറെഡി രാവിലെ പറഞ്ഞതായിരുന്നല്ലോ അതാ ഹെസുവിന്റെ ബർത്ത്ഡേന്റെ പാർട്ട് 2. അപ്പോൾ നമ്മള് അതുകൊണ്ട് അയച്ചതാ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പം നമ്മൾ അടുത്തുള്ള എപ്പോഴും പോകുന്ന സ്ഥലം ആർക്കോയിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വേറെ ആരല്ല, നമ്മളുടെ ഭാസ്കർ അനിയന്റെ വുഡ്ബി തന്നെയാണ്. അപ്പം അവർ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ മാത്രം വലിയ പരിപാടി ഒന്നുമില്ല. അപ്പം അങ്ങനെ ചിലർ കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി യേശു ഒരു സ്പൈഡർമാൻ്റെ ഒരു ഫാനായിട്ടുണ്ട് ഇപ്പം. അപ്പം അവൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്പൈഡർമാൻ ആണ്. അപ്പം നമ്മൾ സ്പൈഡർമാൻ ടീമിൽ ചെറുതായിട്ടൊന്നും ചെറിയൊരു ഡെക്കറേഷൻ കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് പിന്നെ ഫുഡ് റെഡിയാണ് മെയിൻ സാറ്. അപ്പം അങ്ങനെ പോകുന്നു. ആൻഡ് നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ റെഡി ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു മോഡസ്റ്റി വെയർ എന്ന് പറയാം. അപ്പം അതാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. യേശുവിന് നമ്മൾ സ്പൈഡർമാൻ്റെ ആ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിരുന്നു. അപ്പം അവൻ എക്സൈറ്റ്മെന്റ് അങ്ങനെ ഇപ്പൊ പുറത്ത് കാണിക്കാറില്ല. അപ്പം എന്തായാലും അവൻ ഉള്ളിൽ മറ്റേ ഏതൊരു ഫിലിമിലല്ലേ ഉള്ളിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ആയിരിക്കും അവൻ നിൽക്കാറ്. എക്സ്പെക്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പം നോക്കാം. ഞാൻ സ്പൈഡർമാൻ്റെ കുറച്ച് എന്നാ ഡ്രസ്സ് വാച്ച് മെയിൻലി ഗ്ലാസ് അതെനിക്ക് നല്ലോണം ലൈക്ക് ആയിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ട് ഇന്നത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വിത്ത് സ്പൈഡർമാൻ ടീം. അപ്പം അതാണ് ആ പ്ലാനും. എന്താ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണും. ഓക്കെ, അപ്പം നോക്കാം റെഡി ആവുന്നതും നമ്മുടെ ബാക്കി വിശേഷം കാണാം. എന്തെന്നെ കണിമാമ്പി പൊട്ടിച്ചേരാ. റെഡിയായാ ഡ്രസ്സിന് എന്തെന്നില്ലത്? യോവാക്കേ യേശു യോവാക്കേ. സോ ഗൈസ് നമ്മൾ രണ്ടുപേരും ആദ്യം പോന്നു. ഡെക്കറേഷന്റെ പണിയുണ്ട്. അപ്പോൾ ഫയറും വാജിയും നമ്മൾ ഡെക്കറേഷൻ സെറ്റായിട്ട് നമ്മളേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് നമുക്ക് ക്രിയേറ്റീവ് ബേക്കറാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫയറും വാജിയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാ ഒരുമിച്ചാത്തിനിപ്പോ അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ബർത്ത്ഡേ ബോയിനെ വെയിറ്റ് ചെയ്യുന്നപ്പോ വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ റിയാക്ഷൻ കിട്ടുന്നില്ല പ്രതീക്ഷ നമുക്കില്ല. അവന് വീഡിയോ സെക്ഷൻ വരുമ്പോ റിയാക്ഷന്റെ ഒരു എമൗണ്ട് കുറയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്തായിരിക്കും. യേശു വന്നു. പക്ഷെ താഴത്തെ ഇതെല്ലാം കണ്ടിട്ട് കേറുന്നില്ല തോന്നുന്നല്ലോ. ഇത് ഇവിടെ എന്തോ ഉണ്ട്. ഇങ്ങ അടിപൊളി. താഴത്തെ ഒട്ടകത്തിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു. യേശു ഇങ്ങോട്ട് വരുന്നില്ല ഗൈസ്. പുതിയാപ്പിളിനെ കൊണ്ടുവരുന്ന വട്ടല്ല പഠിച്ചോനെ. യേശു ഇത് നോക്കിയുടെ സ്പൈഡർമാന്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് കളിക്കുന്ന കളി. ഇത് ഇവിടെ സ്പൈഡർമാൻ ഉണ്ട്. ഇവിടെ സ്പൈഡർമാൻ ഉണ്ട്. ബേബാ കണ്ണടന്റെ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാ? ഇതെവിടെ സ്പൈഡർമാൻ ഉണ്ട്. ഇവിടെ സ്പൈഡർമാൻ. ഓക്കെ ഹായ്.
ടാടാ. കേക്ക് എടുത്തേണായി. നോക്കി സ്പൈഡർമാൻ നോക്കിയേ. സ്പൈഡർമാൻ എടുത്തു. ഹലോ കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. ആദ്യം തന്നെ സിക്കിൾ എടുത്ത് വാരി ഇട്ടിട്ടുണ്ട്. ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സ്പൈഡർമാന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിട്ടുണ്ട് ഇടത്തെ. തന്നെ ഏത് മതി? ഫയറുണ്ടാക്കിയാ കൊടുത്തയച്ചാ? ആരെന്റെ ആരാധകരാ? ആര്? ആഹാ യേശു, ഇത് നിനക്കില്ലേ? ആര് കൊണ്ടുവന്നേ? മാമിയല്ലോ. ആ നിക്ക് തരൂ. ഇതെല്ലാം കൊറേ ഗിഫ്റ്റ് കിട്ടുന്നേ. താങ്ക് യു പറഞ്ഞേ. ഓ ഭയ്യ നോക്ക. താങ്ക് യു പറ. താങ്ക്സ് പറഞ്ഞ. ഓ അതിപ്പം തന്നെ നോക്ക. അത് കയ്യിലേച്ചു. നമുക്ക് പയ്യെ നോക്കാത്. ഓ ഇത് തിരക്കോ. താങ്ക് യു പറയാറോ? താങ്ക് യു. അത് വാങ്ങിച്ചു. താങ്ക്സ് ഒന്നും ഇല്ലായിരിക്കും. ഇനിയാണ് യേശുവിന്റെ വലിയ എല്ലോ എനിക്ക് നോക്കി. നമുക്ക് രസോ വേറെ ഉണ്ട്. ഇത് യേശുവിന്. ഇപ്പൊ തന്നെ ഇട്ട് പോവോ? ടാഗ് പയ്യ പൊട്ടിക്ക. ഇട്ടാലോ ബാഗ് ഇട്ടാലോ. കേക്ക് കട്ട് ചെയ്തതിന് മുമ്പ് ഫുഡ് ഓർഡർ കൊടുക്കാൻ വെച്ചില്ലെങ്കിൽ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. നമ്മളെ സനക്ക് പോവണം കാസർഗോഡ്. അപ്പൊ വാജിന്റെ പരാതി മെനു കാണിച്ചിട്ടില്ല. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു അഭിപ്രായം ഞാൻ ചോദിക്കൂല, ഞാൻ ബുക്ക് ചെയ്തു. ഇത് മറ്റേ ഫുഡ് നിർബന്ധിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ കേക്കട്ടെ ഞാൻ കാത്തിക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് ഹാപ്പിയാ? ഹാപ്പി ടു ഉണ്ടല്ലേ? കേക്ക് ഇഷ്ടയാ? സ്പൈഡർമാനല്ലേ? വാ കേക്ക് മുറിക്കണ്ടേ? വാ. അപ്പൊ വീഡിയോ സെക്ഷൻ, സോറി ഫോട്ടോ സെക്ഷൻ. ചിരിച്ചയച്ചു. ആ ഗുഡ് ബോയ്. അത് കേക്കിന്റെ പാർട്സിൽ കുറച്ചാണ്. നീ എന്തിനു ചാരുന്നേ? ഇതാണ് ചിരിക്കാൻ പറഞ്ഞതിന്റെ ചിരി. അത് ഫുള്ള് വേണ്ട മുറിച്ചോ. ഫോട്ടോ എടുക്കുന്ന Happy birthday to you. Happy birthday to you. Happy birthday dear Elsa. Happy birthday to ഉണ്ടാവും പറയാൻ.
അങ്ങോട്ട് സ്പീഡാക്ക് നമുക്ക് പാത്തി നമ്മള് പിടിച്ചത് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് ആയിട്ട് എടുത്തിട്ടില്ല, ബിക്കോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ആളുണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്ന എടുത്തിട്ടില്ല. ജസ്റ്റ് ഐറ്റംസ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചു. അവസാനത്തെ ഒരു സീൻ എന്ന് പറയുന്നത് എല്ലാവരും ഇതിൽ നമ്മൾ കൊണ്ടുവന്ന കർട്ടനെല്ലാം ഉണ്ട്, ഇവിടെ നിന്ന് അതിൽ റിമൂവ് ആക്കി. അപ്പൊ എല്ലാ സാധനം ഇപ്പൊ ഒന്നുമില്ലേ പേഴ്സണൽ പൈറിന്റെ നടത്തത്തിലുണ്ട്. ജിമ്മിൽ പോയിട്ട് ഇപ്പൊ ഫുൾ ബോഡി പെയിൻ തുടങ്ങി, 2 ദിവസമായി പോകുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഹാങ് ഓവർ ഉണ്ട് നടത്തത്തില്. സ്റ്റെപ്പ് കയറുമ്പോഴേ പ്രോബ്ലം ഇല്ലോ. ഓടിക്കോ, നാളത്തെ തിന്നവനെ ഓടിക്കോ. ഫുൾ പ്ലേ മോഡ്. ഹലോ പോലീസുണ്ടാ? അത് ഒട്ടകം. ആ ഒട്ടക്കത് ഒട്ടകം. നല്ല നല്ല സ്ലിപ്പല്ലേ? ഒട്ട ചോറ് കൊടുക്കും നീ ഒട്ടകത്തിന്? ഓന്നോ സോ യെസ് ഗൈസ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും പോവുകയാണ്. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ വീഡിയോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് ഫുഡ് കഴിക്കുന്നൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളെ അനിയന്റെ മീൻസ് വുഡ്ബീന്റെ പുറക്കാർക്ക് അങ്ങനെ അവർക്ക് നിൽക്കുന്ന ഒരു ഇതില്ല. അപ്പം നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം എന്തായാലും ഇൻഷാല്ലാ നമ്മൾ യേശുവിന്റെ 3rd ബർത്ത്ഡേ അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞു ഇൻഷാല്ലാ. നെക്സ്റ്റ് ബൈ ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മള് വൈൻഡപ്പ് ഓൾറെഡി ചെയ്തായിരുന്നു. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ കുറച്ച് ഫോർമാലിറ്റി ആയിട്ട് പറഞ്ഞാൽ, കാരണം 2 വീലർ 2 ഇല്ലു. അപ്പൊ 2-3 ട്രിപ്പ് അടിച്ചിട്ടാണ് വരുമ്പോ വന്നേ. അപ്പൊ ഇപ്പൊ നമ്മ വെച്ച് നടക്കാണ്. അപ്പൊ നമ്മള് സിബ്ലിങ്സ് നടക്കുകയാണ്. ജിമ്മാരത്തേക്ക് പിന്നെ ത്രെഡ്മിൽ നടന്നോണ്ട് പ്രശ്നമില്ല. ബാക്കിൽ നമ്മള് വാജി എസ്കോട്ടിന് വിട്ടിട്ടുണ്ട്. കാവലായിട്ട് നിൽക്കുകയെന്ന് അത് എസ്കോട്ടിന്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ നടക്കാന്ന് വിചാരിച്ചു. പഠിച്ചാൽ എന്നെ കാണുന്നില്ല, ലേറ്റ് അടിക്കും. ഞാൻ വെളുത്ത് വാർന്നോണ്ട് എന്നെ കാണുന്നില്ല. അപ്പൊ ഈ എനർജി നടന്നുകൊണ്ട് നിൽക്കുമ്പോ ഉണ്ടാവില്ല, കിതപ്പ് വരും ഗൈസ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ദഹിച്ചോട്ടെ, അങ്ങനെ നമ്മൾ നടക്കുന്നത് കുറച്ചേ ഇല്ലൂ. അതാ ബൈ ബൈ. ചുമ്മാ ഉച്ചപ്പം പോയി. യേശും ആദ്യം കൂടി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് തോന്നുന്നു. ജിമ്മത്തിരുങ്ങണ്ട ഒറ്റ ബാക്കിൽ. അതന്നെ പറഞ്ഞ നീ ഒറ്റ ബാക്കില്. നമ്മള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഇനി ഇപ്പൊ നമ്മള് നമ്മള് എടച്ചാക്കൈ ബ്രിഡ്ജാണ് എത്തുന്നത്. അവിടെ നിന്ന് ആ റൈറ്റിലോട്ടേക്ക് ഇറങ്ങിയാൽ നമ്മളിപ്പോ ഇറങ്ങി വടത്തൂല, അവിടെ കുറച്ച് നടക്കണം. എടാ എനക്ക് ഒറ്റക്ക് പേടിയാന്ന് വേഗം. എസ്കോട്ട് ബാക്കിലുണ്ട്, എന്നാലും രാത്രി ഒരു ചെറിയൊരു പേടിയാണ് എനിക്ക്.
ഫൈനലി റീച്ച് എന്നെ മോനെ ഇരിക്കട്ടെ. ഇതില് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ദിയ എല്ലാരും ഫയറൊന്നും പ്രശ്നമില്ല. എന്റെ അവസ്ഥ എനിക്ക് കുറച്ച് ഡയറക്ടർ കൂടുതലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ചൂടിന്റെ ആ ലെഫ്റ്റ് ഓവർ വാങ്ങിക്കടോ. നമ്മള് കേട്ടുന്നില്ല, ഡോർ തുറക്കുന്നില്ല. ഏത് ഡോർ തുറക്കില്ല, അടിച്ചാ തുറക്കുന്നില്ല, നമ്മ പുറത്താക്കിടാ. അപ്പൊ ഇപ്പൊ ശരിക്കും യജു ഇന്ന ഇത് താങ്ക് യു പറഞ്ഞ യജു. ഇതാര് തന്നേ? ഇത് മാമിയല്ല, ഇങ്ങ് വാ. ഇത് ബബ്ബാന്റെ ഫ്രണ്ട് തന്നെയല്ലേ. താങ്ക് യു സജീഷ. അയ്യോ അപ്പൊ അത്രയില്ല കഴിച്ചു. അപ്പൊ ശരിക്കും മൈൻഡ്. ബൈ ബൈ. ജിമ്മേറ്റ് പറയുന്നുണ്ടോ? ഒരുപാട് 5 മിനിറ്റ് എടുത്ത്. അപ്പൊ അത്രയും.